ഈ ലോകത്ത് മൂന്ന് കാര്യങ്ങൾ സുവിദിതമായി മനസ്സിലാക്കിയാൽ യാതൊരുവിധ കാലുഷ്യവുമില്ലാതെ സമാധാനപൂർവ്വമായിട്ട് ജീവിച്ചു പോകാം. ആരോടും കലഹിക്കാതെ, ആരോടും തർക്കിക്കാതെ, ആരോടും ആർഗ്യുമെൻറ്റിന് പോകാതെ, ആരോടും വഴക്കിടാതെ, യുദ്ധങ്ങൾ ചെയ്യാതെ മനോഹരമായിട്ട് ജീവിച്ചു പോകാം വ്യക്തികൾക്കും സമൂഹത്തിനും രാജ്യത്തിനും. മൂന്ന് കാര്യങ്ങൾ എന്താണെന്നോ? ഒന്ന്, അത് മൂന്ന് ശരികളാണ്. അത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, എൻ്റെ ശരി. രണ്ടാമത്തത് നിങ്ങളുടെ ശരി. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് എൻ്റെ ശരിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയുണ്ട്. എൻ്റെ ശരിയിൽ ഞാൻ ഉറച്ചു നിൽക്കും, നിങ്ങളുടെ ശരിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ഈ രണ്ട് ശരികളുമല്ലാത്ത മൂന്നാമത്തൊരു ശരിയുണ്ട്. അതാണ് ശരിയായ ശരി, അതിൽ യഥാർത്ഥത്തിലുള്ള ശരി എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരു കാര്യത്തിലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കൃത്യമായ സമാധാനം എല്ലാ കാര്യത്തിലും കൈവരിക്കാൻ കഴിയും. ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുണ്ടാകും. അതിന് എൻ്റെ എതിർ നിൽക്കുന്ന ഒരാൾക്കും അയാൾ ആണ് ശരിയെന്ന് വിചാരിക്കുന്ന ഒരു തലമുണ്ടാകും. ഇത് രണ്ടുമല്ലാത്ത ഒരു യഥാർത്ഥ ശരി ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. ഇത് രണ്ടു കൂട്ടർക്കും അറിയാം. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ യഥാർത്ഥ ശരിയിലേക്ക് എത്താൻ ശ്രമിക്കാറില്ല, പല കാരണങ്ങളെ കൊണ്ട്. ശരിക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ശരിയായ ഒരു ശരി ഏത് കാര്യത്തിലും ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ചെയ്യേണ്ടത് എൻ്റെ ശരിയിൽ നിന്ന് ഈ ശരിയായ ശരിയിലേക്കുള്ള യഥാർത്ഥ ശരിയിലേക്കുള്ള ദൂരം എത്രയാണെന്ന് മനസ്സിലാക്കലാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ശരിയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കലാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. വലിയ ദൂരമൊന്നും നമ്മളുടെ ശരിയിൽ നിന്ന് ശരിയായ ശരിയിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. യാതൊരുവിധ ശാരീരിക ക്ഷതമോ അഭിമാനക്ഷതമോ മാനസിക ക്ഷതമോ ഇല്ലാതെ തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരു വലിയ പ്രശ്നം വളരെ മനോഹരമായി രമ്യമായി പരിഹരിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇത് പൂർണ്ണമായും കലഹങ്ങൾ ഇല്ലാണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ലോകത്ത് നമുക്ക് ചുറ്റുപാടും കാണുന്ന എല്ലാ വിഷയങ്ങളിലും ഞാൻ ഈ പറഞ്ഞ മൂന്ന് ശരികളുണ്ട്. എൻ്റെ ശരി, നിങ്ങളുടെ ശരി, അല്ലെങ്കിൽ നിൻ്റെ ശരി, പിന്നെ വരുന്ന ശരിയായ ശരി. ഈ ശരിയായ ശരി പലപ്പോഴും അദൃശ്യമായി കിടക്കുകയാണ് ചെയ്യുക. ആ അദൃശ്യതയെ മറനീക്കി പുറത്തു കൊണ്ടുവരാനായിട്ട് ഞാനോ നിങ്ങളോ ശരിയായി കഴിഞ്ഞാൽ, തയ്യാറായി കഴിഞ്ഞാൽ അത് യഥാർത്ഥ ശരി പുറത്തു വരികയും എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ആവുകയും ചെയ്യും. ഇത് പിന്നെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല ആരോപണങ്ങളിലും ഈ ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഇപ്പോൾ സാമ്പത്തികമായ അഴിമതി ആരോപണങ്ങൾ നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ ഉയർന്നു വരുന്നു. എല്ലായിടത്തൊന്നും, സ്വകാര്യ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ഗവൺമെൻറ് തലത്തിലും അതല്ലെങ്കിൽ പൊതുമേഖലയിലും വ്യക്തിജീവിതത്തിലൊക്കെ ഇത്തരം അഴിമതികളുടെയും ആരോപണങ്ങളുടെയൊക്കെ ഒരു വേലിയേറ്റമാണ് അടുത്ത കാലത്ത്. ശരിക്കും നമ്മൾ കൺഫ്യൂഷനിലാണ്. കാരണം ഏത് ശരിയുടെ കൂടെ നിൽക്കും? അയാളുടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ശരിയാണോ, ഇഷ്ടപ്പെടാത്ത ഒരാളുടെ ശരിയാണ്, ഇഷ്ടപ്പെട്ട രണ്ടുപേരുടെ ശരികളുടെ കൂടെയാണ്, രണ്ടുപേരും തർക്കം, നമുക്ക് രണ്ടുപേരും ഇഷ്ടമാണെങ്കിൽ ആരുടെ ശരിയുടെ കൂടെ നിൽക്കും? എന്താണ് യഥാർത്ഥ ശരി? ഈ യഥാർത്ഥ ശരി കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം ആരും നടത്തുന്നില്ല എന്നാണ് പലപ്പോഴും പ്രശ്നം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും സൊല്യൂഷൻ ആവുകയും ചെയ്യും. ഇപ്പോൾ നാട്ടിൽ പണ്ടൊക്കെ വയൽ വരമ്പുകൾ, വലിയ ആനവരമ്പുകൾ, വലിയ വരമ്പുകളുണ്ടാവും, എഴുന്നു നിൽക്കുന്ന വരമ്പുകൾ. ഇത് കാർഷിക സാധനങ്ങൾ കൊണ്ടുപോകാനും കൃഷിക്കാർക്കും കൃഷി നടത്തുന്നവർക്കൊക്കെ വരാനും പോകാനും സുഗമമായിട്ട് വരാനും ഒക്കെ ആയിട്ടുള്ള വാഹനങ്ങൾക്ക് മുമ്പ് വലിയ ഉയരമുള്ള വരമ്പുകളുണ്ടാവും. അതോടൊപ്പം തന്നെ ചെറിയ ഒറ്റ വരമ്പുകളുണ്ടാവും ഇതിനിടയിലൊക്കെ. അത് വയലുകളെ വേർതിരിക്കാൻ മാത്രമാണ്. ഈ ഒറ്റ വരമ്പുകൾ സാധാരണ നടക്കാൻ ഉപയോഗിക്കുന്നതല്ല. പക്ഷേ കൃഷി ആക്ടിവിറ്റികൾ നടക്കുന്ന സമയത്ത് ഈ ഒറ്റ വരമ്പുകളും മനുഷ്യന് സഞ്ചരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒറ്റ വരമ്പിൽ രണ്ട് പേര് എതിർ ദിശയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ രണ്ട് പേർക്കും ഒരാൾക്ക് കടന്നു പോകാൻ കഷ്ടിച്ച് ഈ ഒറ്റ വരമ്പിൽ വഴിയുണ്ടാവുള്ളൂ. അപ്പുറത്ത് വെള്ളമോ ചെളിയോ ആയിരിക്കും വയലിൽ. അപ്പോൾ വളരെ കഷ്ടിച്ച് വേണം കടന്നു പോകാനായിട്ട്. ഇപ്പോൾ ഇത് രണ്ടുപേരും ഈ പറഞ്ഞ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മര്യാദ കുറഞ്ഞ ആളുകളാണെങ്കിൽ ഒറ്റ വഴിയുണ്ടാവുള്ളൂ. അപ്പോൾ എന്താവും? രണ്ട് സൈഡിലും ഈ രണ്ടുപേരും എതിരാളികളെ പോലെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ണുറുപ്പിച്ച് നോക്കി രണ്ടുപേർക്കും പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. നേരെ മറിച്ച് ഇതിൽ ഒരാൾ മര്യാദക്കാരനാണെങ്കിൽ രണ്ട് വഴികളുണ്ടാവും. കാരണം ഈ മര്യാദയുള്ള ആൾ അല്പം സൈഡിലേക്ക് മാറി നിൽക്കുകയും അങ്ങനെ ബാക്കിയുള്ള ഭാഗത്തു കൂടെ മറ്റേ ആൾ കടന്നു പോകാൻ കഴിയുകയും ചെയ്യും. ഒരാൾ മര്യാദക്കാരനും മറ്റൊരാൾ അത്യാവശ്യം മര്യാദ കുറഞ്ഞ ആളാണെങ്കിൽ. നേരെ മറിച്ച് രണ്ട് മര്യാദക്കാർ, രണ്ട് ദുരഭിമാനമില്ലാത്ത സഹകരിക്കാൻ തയ്യാറുള്ള വിനയമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുള്ള രണ്ട് വ്യക്തികളാണ് ഓപ്പോസിറ്റ് വരുന്നതെങ്കിൽ അവിടെ മൂന്ന് വഴികൾ ഉണ്ടാവും എന്നാണ് പറയുക. എങ്ങനെയാണെന്ന് അറിയാമോ? ഈ രണ്ടുപേരും
വിനയാന്വിതനും മര്യാദകരമായി രണ്ടുപേരും ഈ ഒറ്റവരമ്പിൻ്റെ രണ്ട് അരികിലേക്ക് പരമാവധി ഒതുങ്ങി നിൽക്കുകയും അങ്ങനെ നടുവിൽ വേണമെങ്കിൽ ഒരു കുതിരയ്ക്ക് കടന്നു പോകാമെന്ന് വേറെ വഴി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ രണ്ട് മര്യാദക്കാർ ഇതിൽ വന്നു കഴിഞ്ഞാൽ 3 വഴികളുണ്ടാവും. അപ്പോൾ ആ നടുവിൽ കാണുന്നതാണ് യഥാർത്ഥ വഴി എന്ന് പറയുന്നത്. അത് രണ്ടുപേരും സഹകരിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് തന്നെയാണ് ശരിയുടെയും കഥ. ശരിയായ ശരി വരുന്നത് ഈ രീതിയിൽ മനുഷ്യൻ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ്. അത്തരം ശരിയായ ശരികൾ കണ്ടുപിടിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വേറൊന്നിനും വേണ്ടിയല്ല, നമ്മുടെ തന്നെ സമാധാനത്തിന് വേണ്ടി. ജീവിതം സുഗമമാക്കാനും രാത്രി ഉറക്കാൻ ഭംഗിയാകാനും ആരോഗ്യം സംരക്ഷിക്കാനും ദീർഘകാലം ജീവിക്കാനും തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ഇത്തരം യഥാർത്ഥമായ ശരിയായ ശരികളെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും വേണം.